നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള സിനിമ എപ്പോഴും പുതുതലമുറയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ മലയാള സിനിമയിലേക്ക് എത്തപ്പെട്ട ഒരു യുവതാരമാണ് അൽതാഫ് സലീം. അൽഫോൺസ് പുത്രന്റെ പ്രേമം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ അൽതാഫ് സലീം പിന്നീട് നിവിൻ പോളിയെ വെച്ച് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രം സംവിധാനം ചെയ്തു. പിന്നീട് അദ്ദേഹം സംവിധായകനായിട്ടും അറിയപ്പെട്ടു. ഈ അടുത്ത കാലത്ത് ഫഹദ് ഫാസിലിനെ വെച്ചിട്ട് ഓടും കുതിര എന്നൊരു ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. എന്നാൽ അൽതാഫ് സലീം നായകനായി എത്തിയ കുറേയധികം സിനിമകൾ നമ്മൾക്ക് മുമ്പിലുണ്ട്. ഇപ്പോൾ 2025 അദ്ദേഹം നായകനായെത്തിയ ഇന്നസെന്റ് എന്ന ചിത്രം ഈ അടുത്ത് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്കിന്ന് ഇന്നസെന്റ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ ഒന്ന് പരിശോധിക്കാം. നവാഗതനായ സംവിധായകനായ സതീഷ് തൻവിയാണ് ചിത്രത്തിന്റെ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്. ചിരിയും ചിന്തയും നിറച്ച ഒരു മനോഹര ചിത്രം. അൽതാഫ് സലീമും അനാർക്കലിയും ഒന്നിച്ച് ഇന്ന് OTT റിലീസ് ചെയ്ത ഇന്നസെന്റിനെ ഒറ്റ വാചകത്തിൽ ഇങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. കുടുംബ പ്രേക്ഷകർക്കും യുവ പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇന്നസെന്റ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഒപ്പം സമകാലീന പ്രസക്തിയുള്ള ഒരു സന്ദേശം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ ടൗൺ പ്ലാനിംഗ് ഓഫീസറായി ജോലി ചെയ്യുന്ന വിനോദിന്റെ കഥയാണ് ഇന്നസെന്റ് പ്രമേയമാക്കിയിരിക്കുന്നത്. നിഷ്കളങ്കനും സത്സ്വഭാവിയുമാണ് കഥാനായകൻ. വൃത്തിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു യുവാവുമാണ് വിനോദ്. കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന വിനോദിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു പ്രധാന പ്രശ്നം സംഭവിക്കുന്നു. അത് അയാളുടെ കല്യാണം മുടങ്ങലിലേക്കും എത്തി നിൽക്കുന്നു. സമൂഹത്തിൽ അയാൾ അപമാനിതനായി മാറുന്നു. സൽസ്വഭാവിയിൽ മറ്റുള്ളവർ മാറ്റി നിർത്തുന്ന ഒരാളായി മാറുകയും ചെയ്യുന്നു. അതൊരു പോരാട്ടമായി മാറുന്നിടത്താണ് സിനിമ സർക്കാർ സംവിധാനങ്ങളോടും അവയുടെ പിടിപ്പുകേടുകളോടും നവമാധ്യമങ്ങളുടെ ശരിയേത് തെറ്റേത് എന്ന് തിരഞ്ഞു നോക്കാതെയുള്ള വൈറൽ കൾച്ചറിലേക്കും വിരൽ ചൂണ്ടുന്നത്. തനിക്ക് നേരിട്ട അപമാനത്തിൽ നിന്ന് എങ്ങനെയാണ് അയാൾ കരകയറുന്നത് എന്നാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ചിരിക്ക് പ്രാധാന്യം നൽകിയാണ് പ്രധാനമായും സിനിമ ഒരുക്കിയിരിക്കുന്നത്. പണ്ടുകാല ഹിറ്റുകളുടെ റഫറൻസോടുകൂടി തിയേറ്ററുകളിൽ കയ്യടി നേടിയ ചിത്രം. കൃത്യമായ കാസ്റ്റിംഗ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വിനോദായി എത്തുന്നത് അൽതാഫ് സലീമാണ്. അൽതാഫിന്റെ കോമഡിയിലെ ടൈമിംഗ് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. അൽതാഫിന്റെ കൗണ്ടറുകൾ കുറുക്കിക്കൊള്ളുന്നവയുമാണ്. നായകനായ ഇന്നസെന്റിനെ ഒറ്റയ്ക്ക് തോളിലേറ്റുന്നുണ്ട് അൽതാഫ് സലീം. വിനോദിന്റെ ബന്ധു വൈശാഖനായി വേഷമിട്ടിരിക്കുന്നത് ജോമോൻ ജ്യോതിർ ആണ്. ചിരി നമ്പറുകളുമായി കളം നിറയ്ക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ജോമോന്റേത്. നായികയായി അനാർക്കലിയും അതുപോലെ തന്നെ അന്ന ജോസുമാണ് എത്തിയിരിക്കുന്നത്. അൽത്താഫിന്റെയും അനാർക്കലിയുടെയും കോംബോ നല്ല വർക്കായി എന്ന് തന്നെ പറയാം. അനീസ് നെടുമങ്ങാട്, മിഥുൻ, നോബി, അന്ന പ്രസാദ്, വിനീത് തട്ടിൽ, അശ്വിൻ എന്നിങ്ങനെ ചിത്രത്തിൽ ഒട്ടനവധി താരങ്ങൾ വേഷമിട്ടിരിക്കുന്നു. ചിത്രത്തിന്റെ സംവിധായകൻ സതീഷ് തൻവിയാണ്. ടെലിവിഷൻ രംഗത്ത് വർഷങ്ങളോളം പരിചയമുള്ള സതീഷിന്റെ ആദ്യ ചിത്രം കൂടെയാണ് ഇന്നസെന്റ്. ബോറടിപ്പിക്കാതെ കഥ പറയാൻ സാധിച്ചു എന്നതാണ് സംവിധായകന്റെ ഏറ്റവും വലിയ വിജയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സതീഷ് തൻവിക്കൊപ്പം ഷിഹാബും സർജിയും ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. രസിപ്പിക്കുന്ന കോമഡി നമ്പറുകളാണ് ഇന്നസെന്റിന്റെ തിരക്കഥയോടുള്ള ഏറെ വലിയ ആകർഷണം എന്ന് പറയാം. കേവലം സന്ദേശ പ്രസംഗമായി മാറാതെ പറയേണ്ട കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സിനിമ പ്രേക്ഷകരുടെ പക്ഷം ചേർന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. കുറുക്കിക്കൊള്ളുന്ന സംഭാഷണങ്ങളും തിരക്കഥയുടെ നട്ടെല്ല് എന്ന് തന്നെ പറയാം. നിഖിൽ എസ് പ്രവീണാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. പ്രമേയത്തിന്റെ സ്വഭാവത്തിനൊത്തുള്ള ഛായാഗ്രഹണമാണ് നിഖിലിന്റേത്. ജയ് സെല്ലാറിന്റെ സംഗീതവും ചിത്രത്തെ ഏറെ ശ്രദ്ധേയമാക്കി എന്ന് തന്നെ പറയാം. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിരിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു നല്ല സിനിമ തന്നെയാണ് ഇന്നസെന്റ്.